പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കടന്നു വരാനുള്ളവരെല്ലാം പതുക്കെ വരട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി ജെസ്സി സിസ്റ്ററെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും മഹത്വനും സർവശക്തനും ഞങ്ങളോടുകൂടെ ഇരിക്കുന്ന ഞങ്ങളിൽ അധിവസിക്കുന്ന നല്ല പച്ച. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. ഹാലേലൂയ. വിശുദ്ധാരാധന കഴിഞ്ഞ് കർത്താവെ പിന്നെ ഞങ്ങൾ മിനിസ്റ്റർ കുടുംബമായി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ പല രാജ്യങ്ങളാൽ ഞങ്ങളുടെ മനസ്സുകളെ ഏകാഹമാക്കി കർത്താവെ തിരുസനിലെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സന്തോഷിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന്റെ രക്തതാലങ്ങളെ വീണ്ടെടുത്ത മഹത്വ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഹാലേലു. എന്തും ഏറ്റവും അനുഗ്രഹമാക്കി തരണം തിരുകരങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷക്തദാസി സോബിയന്റിക്ക് സ്തോത്രം കർത്താവെ. പ്രിയ കർത്താസനായ സ്തോത്രം, കുഞ്ഞിനായ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കുടുംബമായവരെ അനുകരിച്ച് നേർക്കൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ കരുവാൻ പ്രാർത്ഥിക്കുവാൻ അനേകരുടെ കണ്ണുനീരൊപ്പെടുപ്പാൻ താങ്ങും തണലായി തീരുവാൻ ഞങ്ങളുടെ മക്കൾക്ക് തന്ന നല്ല കൃപയ്ക്ക് സ്തോത്രം. അനേക പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങളുടെ മക്കളെ ആസ്വദിപ്പാൻ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ. എന്റെ കർത്താവിനെ കർത്താവ് തന്ന നല്ല കൃപകൾക്ക് സ്തോത്രം, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ഇനിയും കുടുംബം അധികമായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. അപ്പൊ കർത്താവെ, കർത്താവിന്റെ ദാസനെയും ദാസിയും കുഞ്ഞുങ്ങളെയും കുടുംബമായി അനുകരിച്ച് അവരും കൂട്ടായ്മ അനുഗ്രഹമാക്കിയിരിക്കാൻ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. മിത്തങ്ങളുടെ സ്തുതി ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഇറ്റിനോതിന്റെ ആരംഭമെങ്കിൽ ഞങ്ങൾ ഉണർന്നിരുപ്പാൻ കർത്താവെ പ്രാർത്ഥനയിൽ ആമേൻ കർത്താവെ വിറ്റിരുപ്പാൻ ഹല്ലേലൂയ ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവെ ആമേൻ ദൈവത്തിന്റെ കാവലും കരുണയും പരിപാലനം അനുഗ്രഹിക്കുമാറാണ് ദൈവനാമത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം. കർത്താവിൽ ഇടിച്ചത് മറിയാൻ വേണ്ടി സ്തോത്രം. മഴ ബലപ്പോൾ ശക്തിയോടെ ബലത്തോടെ ആരോഗ്യത്തോടെ നിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ കാര്യത്തിലും ദൈവ സാന്നിധ്യം കൊണ്ട് കുടുംബമായും മക്കളായും തലമുറയെ കാത്തു പരിപാലിക്കണം എന്ന് പാടുന്ന പ്രിയ മക്കളെ അനുകരിച്ച് കാത്തു സൂക്ഷിക്കണം കർത്താവെ. അപ്പൊ പ്രിയമക്കൾ പാടുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ പാട്ടിന്റെ വരികളിലൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന കർത്താവെ. സാക്ഷ്യവും വചനം പറഞ്ഞ കർത്താവിന്റെ പ്രിയമകളെ ബലപ്പെടുത്തണം കർത്താവെ. ആമേൻ. അവരുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് ബലപ്പെടുത്തണം. വരുന്നവരെല്ലാം തക്ക സമയത്തിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇതിലായിരിക്കും ഞങ്ങളുടെ എല്ലാ കൂട്ടുകുടുംബങ്ങളെയും ബലത്തോടെ സുഖത്തോടെ ക്ഷേമമായി ദൈവകൃപയിലെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലൂയ. തുടക്കം കർത്താവെ അവസാനത്തോളം കാത്തു പരിപാലിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യം ഓരോ ഭവനങ്ങളും ഓരോ കുടുംബത്തിലും കൃപ കൊണ്ട് നിറച്ചു പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് വലിയ അത്ഭുതം ചെയ്യിക്കാൻ നന്ദി കർത്താവെ. ഞങ്ങളുടെ മക്കളെ പാടുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന ഇട്ടുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആനമോത്തർത്താപ്പച്ചൻ എടുക്കണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ച ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും അധികമായി കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഒരു പാട്ട് പാടാൻ രാജുമോളെ ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം വന്ന് ഒരു പാട്ട് പാടുന്നു. അധ്യക്ഷനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. പകലെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പകലെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. പകലെപ്പോൾ നാം പറന്നിടുമേ, പകലെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പകലെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ,
കാന്തനാമേശു വരുമ്പോൾ കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ. കാന്തനാമേശു വരുമ്പോൾ കാത്തിരുന്നിടാം, ആത്മബലം ധരിക്കാം. കാത്തിരുന്നിടാം, ആത്മബലം ധരിക്കാം. കാലങ്ങളേറെയില്ല, കാലങ്ങളേറെയില്ല. മക്കളെപ്പോ നാം പറന്നിടുമേ. പ്രാണപ്രിയൻ വരവേ, മക്കളെപ്പോ നാം പറന്നിടുമേ. പ്രാണപ്രിയൻ വരവിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി സഹായിച്ച രാജുമോൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. തുടർന്ന് സോഫി സിസ്റ്ററും പിന്നെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാൻ ദൈവനാമത്തിൽ അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സൗദി അറേബ്യയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ പാട്ട് പാടുന്നേ. ആമേൻ. കർത്താവ് ഒരിക്കൽ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി. ആമേൻ, ആമേൻ. കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് വീണ്ടും കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരെ. ആ ഒരു അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യയുഗം വാഴാനുള്ള ഭാഗ്യം താമസിയാതെ നമുക്ക് ലഭിക്കും. അതിന്റെ ഈറ്റുനോവിന്റെ ആരംഭങ്ങളാണ് നടക്കുന്നതെല്ലാം. ആമേൻ. ഞങ്ങളായിരിക്കുന്ന രാജ്യത്തും പ്രതിസന്ധികളുണ്ടെന്നാൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടാം. ദിനവും യേശുവിന്റെ കൂടെ, യേശുവിന്റെ ചാരേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്റെ യേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്റെ യേശുനാഥ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ അല്ലാഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ,
സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട്, പ്രത്യാശ നൽകുന്ന കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു പാട്ട് പാടാൻ സോഫി സിസ്റ്ററേയും സഹോദരനെ ദൈവം ബലപ്പെടുത്തി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയും അനേകയിടങ്ങളിൽ പാട്ടും മെസ്സേജും എല്ലാം കൊടുക്കാൻ വേണ്ടി അവര് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മുടെ ടെസ്റ്റ് മണി മെസ്സേജും പറയാൻ വേണ്ടി മേഴ്സി സാം സിസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. മ്യൂട്ട് മാറ്റാം. ഓക്കെ, എന്റെ ശബ്ദം കേൾക്കാലോ? ഓക്കെ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ ഹോപ്പ് മിനിസ്ട്രിയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇതിൻ്റെ ഗ്രൂപ്പിന്റെ ലീഡറായിരിക്കുന്ന സോഫി ആൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിചയപ്പെടുത്തിയ ജെസ്സി ആൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഷേർലി എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് എങ്ങനെ നല്ല കുറെ കോണ്ടാക്ട്സ് ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിനൊന്നും അർഹതയുള്ള ഒരു വ്യക്തിയല്ല, എന്നാൽ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യം ഒരു വാക്യം വായിക്കാൻ എന്നെ ഈ ദിവസങ്ങളിൽ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയവും എപ്പോഴും നമ്മൾ ഉരുവിടുന്ന ഒരു വാക്യമാണ്. എന്നാലും ഞാനിങ്ങനെ ഇവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ എന്തോ കർത്താവ് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പല കാര്യങ്ങളും എൻ്റെ ഒത്തിരി ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ 11-ാം തീയതി ഞാൻ ജനുവരി 11-ാം തീയതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവവചനം ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ പെട്ടെന്ന് ഈ ഭാഗം എൻ്റെ മനസ്സിന് എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഭയങ്കര ഈ ശക്തി തോന്നിയ വാക്യം യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, വചനഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. ഈ വാക്യത്തിൽ കൂടെ നീയോട് ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ പരിമിതി അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. വചനം അങ്ങയുടേതാണ് കർത്താവെ. ആര് സംസാരിച്ചാലും അങ്ങാണല്ലോ സംസാരിക്കുന്നത് കർത്താവെ. ഇത് കേൾക്കുമ്പോൾ കർത്താവെ, അടിയനത് പറയുമ്പോൾ കർത്താവ് എല്ലാവരിലും ജീവൻ പ്രാപിക്കുവാൻ കർത്താവിടെ ആക്കണമേ. കർത്താവ് അനേക വേദനയിലൂടെ കർത്താവെ പ്രതീക്ഷയറ്റ് ഹല്ലേലൂയ പ്രത്യാശയറ്റ് പോയ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ വചനമാണ് ബലപ്പെടുത്തിയത് കർത്താവെ. സ്തോത്രം. അത് ഞങ്ങൾക്ക് കർത്താവെ, അത് അനേകർക്ക് ആശ്വാസകരമായി തരുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദൈവവചനത്തിൽ കൂടെ നീയോട് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവെ, അടിയൻ കർത്താവെ പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടിയന്റെ സാക്ഷ്യവും കർത്താവ് ഇതെല്ലാവർക്കും പ്രയോജനകരമായി തരുവാൻ അങ്ങ് സഹായിക്കണമേ.
കർത്താവ് തന്നെ അടിയിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും അത് കർത്താവ് ഒരു ഉത്തേജനമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു ബലമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ സന്നിൽ കടന്നു വരുന്ന ഒരുത്തനെയും അങ്ങ് വെറുതെ പറഞ്ഞയച്ചിട്ടില്ല കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഈ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഞാൻ വലിയൊരു മെസ്സേജ് പറയുവാനൊന്നുമല്ല പോകുന്നത്. എന്നെ ബലപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എൻ്റെ സാക്ഷ്യവും നിങ്ങളുമായിട്ട് അത് ഇടയ്ക്ക് അങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സാക്ഷി മാത്രമായി പോയ കഥ കേൾക്കുന്ന പോലെ അതിന് ഒരു ജീവൻ ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് ആണ് ഞാൻ ദൈവവചനം എന്നെ ബലപ്പെടുത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗം ഇതാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാ നമുക്ക് ഈ വാക്യത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നൽകി തരും. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നു. മൂന്നാമതായിട്ട് ഭയത്തിനെതിരെയായിട്ടുള്ള ഒരു ഉറപ്പാണ് ഈ വാക്യത്തിൽ കൂടെ നൽകുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോ എന്താ? ആ ദൈവ സാന്നിധ്യം അല്ലെ? എപ്പോഴും യേശു കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും ആ ദൈവ സാന്നിധ്യം യോശുവോട് പറയുമ്പോൾ, മോശയുടെ മരണശേഷം യോശുവ ആ വലിയ ജനത്തെ ലീഡർഷിപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോ മോശയോട് പറയുന്നത്, ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ വഴി നടത്താമെന്ന് പറയുന്നു. നമ്മളോട് ഓരോരുത്തരോടും അതാണ് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾക്ക് നൽകി തരാം. സ്തോത്രം. അതിലപ്പുറമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ ഏത് പ്രയാസ ഘട്ടത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ജനുവരി മാസമാണ് ഈ വാക്യം. പലവട്ടം നമ്മൾ ഈ വാക്യം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പം ഈ വാക്യം ഉരുവിട്ടിട്ടുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ ഈ വാക്യം എന്നോട് സംസാരിച്ച ഒരു സമയമായിരുന്നു. ഞാൻ അന്നേരത്ത് ഇങ്ങനെ ഓർത്തു, കർത്താവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണല്ലോ. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു പോകുന്നതായിട്ടുള്ള അനുഭവത്തിൽ കൂടെ ഞാൻ പോകുവാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാൽ അതുപോലെ തന്നെ സംഭവിക്കുവാനായിട്ടിടയെ തീർന്നു. കാരണം ഇതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വേദനയുടെ മധ്യത്തിൽ കൂടെ ഒരു വലിയ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിലനിർത്തി. ഭ്രമിച്ചു പോയൊരു അനുഭവം. എന്നാൽ കർത്താവിന്റെ ആ അവസ്ഥയിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, വളരെയധികം നിരാശയിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങൾ, എന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിന്റെ സഹായം, മറ്റുള്ളവരാരും നമ്മളെ സഹായിച്ചാലും ദൈവം നമ്മളെ സഹായിച്ചില്ല എങ്കിൽ വ്യർത്ഥമാണ്. ആ ദൈവത്തിന്റെ സഹായം അനുഭവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. ഇപ്പോഴും ഞാൻ ചില വിഷമത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ശക്തീകരിച്ച ഒരു കാര്യം, ഞാൻ നിന്നെ ശക്തീകരിക്കും. സ്തോത്രം. നമുക്ക് എങ്ങനെയാണ് ശക്തി ഉണ്ടാകുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറയുന്നു. ഈ യശയാവിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകനെ പോലെ അവർ
കുതിച്ചുയരും. സ്തോത്രം. ശക്തി നമുക്ക് പലപ്പോഴും കാത്തിരിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകുന്നത് അനുഭവം അല്ലെ? മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് മടുത്തു പോകും. എന്നാൽ ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ എന്താ ചെയ്യുന്നേ? ശക്തിയെ പുതുക്കും. സ്തോത്രം. അവിടെ അടുത്ത് പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. സ്തോത്രം. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുന്നു. കഴിഞ്ഞ ദിവസം ജോഷി പാസ്റ്റർ അതിനൊരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറഞ്ഞ് എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. കഴുകന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്ന, കഴുകൻ ഉയരങ്ങളിൽ പറക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം. കഴുകനെ കുറിച്ച് ഒത്തിരി എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഭാഗം പറയുമ്പോൾ എപ്പോഴും കഴുകനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും. എന്നാൽ ഈ ഭാഗം പറഞ്ഞപ്പോൾ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയത്, ഈ കഴുകൻ ഇങ്ങനെ പറക്കുമ്പോൾ ഈ കാക്കകളുണ്ടല്ലോ, കാക്ക ചെന്ന് ഇതിനെ കൊത്തും, ആക്രമിക്കും. ചിലപ്പോ ഈ കാക്ക ഇതിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് അങ്ങ് കൊത്തും, ഇതിനെ ഉപദ്രവിക്കാനും കൊത്താനൊക്കെ. പക്ഷെ ഈ കഴുകൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇത് മൈൻഡ് ചെയ്യത്തേ ഇല്ല. കഴുകൻ ഒന്ന് വീശിയാൽ മതി, ഇത് താഴെ ചാടിപ്പോവും. പക്ഷെ ആ കഴുകൻ അതിനോട് പ്രതികരിക്കത്തേ ഇല്ല. കഴുകൻ വീണ്ടും പറക്കും. പക്ഷെ കഴുകൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇത് ഉയരങ്ങളിലോട്ട് പറക്കും. അപ്പൊ കാക്കയ്ക്ക് ഒരു നിശ്ചിത ഉയരത്തിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടത്തില്ല. അപ്പൊ ഈ കഴുകൻ എന്ത് ചെയ്യും? കാക്ക അതിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് കൊത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഉയരങ്ങളിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യുന്നറിയാവോ? ഈ കാക്ക ശ്വാസം കിട്ടാതെ അവിടെ നിന്ന് മറിഞ്ഞ് താഴോട്ട് ചത്തു വീഴുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അത് ബലപ്പെടുത്തി. നമ്മൾ നിസാര വിഷയങ്ങൾ, നമ്മൾ എന്താണ്? കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്നാ പറയുന്നത്. ശക്തിയുള്ളവര്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കപ്പെട്ട ആ ഒരു ശക്തി പ്രാപിച്ച വ്യക്തികൾ എന്ത് ചെയ്യും? കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. ഉയരുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മളെ ആക്രമിക്കാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനോട് പ്രതികരിക്കാനോ നമ്മുടെ സമയം കളയാനോ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഉയരങ്ങളിലേക്ക് പറന്നു ഉയർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് ചത്തുവീഴ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട്, ആത്മീയമായിട്ടുള്ള ഉന്നതി നമ്മൾ പ്രാപിച്ച ഉയരങ്ങളിലേക്ക് നമ്മൾ പറന്നുയർന്നാൽ മതി. ഒരിക്കലും ഈ ലോകത്തിന്റെ വിഷമതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നമ്മളെ ബാധിക്കുവാനായിട്ട് ഇടയായിത്തീരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിന്റെ ഏതൊരു അനുഭവത്തിലും ദൈവത്തിന്റെ വചനമാണ് എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ മിനിസ്ട്രിയിലെ ഒരുപാട് പേര് വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സോഫി ആന്റിയുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് വേദന, ഞാൻ അന്ന് ഒരുപാട് ഞാനത് ഇതെല്ലാം വൈറലായ സമയത്ത് അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് സോഫിയന്റെ ആണെന്ന്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേര് ആ വേദന അനുഭവിക്കുന്നവരാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിനു മുമ്പ് ദൈവം എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ള നല്ലൊരു പൈതൃകത്തിൽ, ക്രിസ്തീയ പൈതൃകത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്ത് അല്ലെങ്കിലും ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളാലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ 18ാമത്തെ വയസ്സിൽ പൂർണ്ണമായിട്ട് ദൈവമായിട്ട്, യേശു കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടറിങ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നു. ആരും എന്നോട് സുവിശേഷം പറഞ്ഞു നീ സ്നാനപ്പെടണം അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പക്ഷേ റെഗുലറായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു ക്വയറ്റ് ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമർ 6-ാം അധ്യായം വായിക്കും. സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെ പൂർണ്ണമായിട്ട് കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്നുണ്ട്. എൻ്റെ കഴിവൊന്നുമല്ല, ഞാൻ ബോസ്റ്റ് ചെയ്യൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് കർത്താവിനെ പ്രസാദിപ്പിക്കണം, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. സ്തോത്രം. അതല്ലാതെ വരുമ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം വേദനിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, സുവിശേഷം കേൾക്കാത്തവരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു.
അങ്ങനെ ഞാൻ ഡിഗ്രി പാസ്സായതിനു ശേഷം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് വി എ തമ്പിച്ചായന്റെ മറിയമ്മാൻഡിയുടെ അവിടെ നടത്തുന്ന ബൈബിൾ സ്കൂളിൽ ഒരു വർഷം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയുവാണ്. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യ അല്ല, ആന്ധ്രാപ്രദേശിലെ കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ 4 പേരാണ്. അന്ന് സണ്ണി പാസ്റ്ററും ഷീബാൻ ചേച്ചിയും എൽസി എന്ന് പറഞ്ഞ ചേച്ചി ഞാനും. അങ്ങനെ അവിടെ പോയി ഞാൻ 4.5 വർഷം കർത്താവിന്റെ വേല ചെയ്തു. അന്ന് അവിടെ ന്യൂ ഇന്ത്യയുടെ യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നല്ലൊരു പ്രവർത്തനം ആരംഭിച്ചു. അനേകര് കർത്താവിലേക്ക് വന്നു. അവിടെ സഭയായി അനേക സഭകൾ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ചിൽഡ്രൻസ് ഹോം അവിടെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വന്നതിന് ശേഷമാണ് അതിന്റെ ഫൗണ്ടേഷൻ പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചു. അതിനുശേഷമാണ് വിവാഹം കഴിഞ്ഞത്. 99-ലായിരുന്നു വിവാഹം. സ്തോത്രം. കർത്താവിനെ വളരെയധികം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് കർത്താവ് എനിക്ക് നൽകി തന്നത്. പാസ്റ്റർ KP ജോൺ, സാറാമ്മ ജോൺ എന്ന് പറഞ്ഞ ആ പാസ്റ്ററിന്റെ മൂത്ത മകനാണ് എന്നെ വിവാഹം കഴിച്ചത്. KJ സാമുവേൽ എന്നാണ് പേര്, പക്ഷെ ചുരുക്കി സാം എന്നാണ്, KJ എന്ന് ആണ് വിളിക്കുന്നത്. ഞങ്ങള് മിഷൻസ് ഇന്ത്യ എന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. 27 വർഷമായിട്ട് അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള കൃപ വീണ്ടും നേരത്തെ ചെയ്യുന്ന പോലെ ചെയ്യുവാൻ പറ്റിയില്ല. അതെനിക്കൊരു വിഷമമാണ്. പക്ഷേ കർത്താവിന്റെ വേലയുടെ ഭാഗമായി തീരുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ പപ്പയമ്മയൊക്കെ മരിച്ചുപോയി. ഒരുപാട് വിഷയങ്ങൾ അതിന്റെ മധ്യത്തിലുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചരിത്രം കേൾക്കുന്ന പോലെ ആയിത്തീരുമല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ കർത്താവിനോട് കൂടുതൽ നമുക്ക് അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ 2015-ലാണ് ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന അനുഭവം ഉണ്ടായത്. സ്തോത്രം. 2 ആൺപിള്ളേരെ ദൈവം ഞങ്ങൾക്ക് തന്നു. മൂത്ത മോനാണ് ജോണോ എന്നാണ് അവന്റെ പേരിട്ടത്. രണ്ടാമത്തവൻ തിമോത്തി. ഞങ്ങൾ അങ്ങനെ അതിന് ഈ കുഞ്ഞിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു. ലേണിംഗ് ഡിസേബിൾ എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഗുരുകുലം എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് അവനെ പഠിപ്പിക്കാൻ വിട്ടത്. അപ്പം ഓപ്പൺ ആയിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് 10ാം ക്ലാസ്സിലെ എക്സാം എഴുതാം. 11ാം ക്ലാസ് പഠിക്കേണ്ട, 12ാം എക്സാം എഴുതും, പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഒരു സംവിധാനം ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണത്. അങ്ങനെ ഇപ്പൊ ടീച്ചേഴ്സും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരു ഒരു സ്കൂളായിരുന്നു അത്. ഭയങ്കര ഫീസ് കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ അന്ന് നമുക്കറിയാമല്ലോ, സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ഏറ്റവും ചെറിയ ശമ്പളമായിരിക്കും. ഞങ്ങൾക്ക് അന്ന് 7,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. 7,500 അങ്ങനെയാവും ഞങ്ങളുടെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കേണ്ടത്. ആ ഫീസ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ അവനെ പഠിക്കാൻ വിട്ടു. അവൻ നല്ല ഇതായിട്ട് അവിടെ പഠിച്ചു വന്നു. ഡിസംബർ 2014 ഡിസംബറിൽ അവന് കുറെ അവധി കിട്ടി. നേരത്തെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് അവന്റെ അവധി തീർന്നപ്പം ജനുവരി 2-ാം തീയതി ചെല്ലണമെന്നാ പറഞ്ഞ. പക്ഷെ 3-ാം തീയതി അവിടെ നിന്നൊരു കൊച്ച് പോകുന്നു, സ്കൂളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ സാധാരണ ഞാനും എൻ്റെ അച്ഛനും കുഞ്ഞിനെ കൊണ്ട് വിടും. ഒന്നെങ്കിൽ അച്ഛനും പോവും, അല്ലെങ്കിൽ ഞാൻ പോവും, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ അവനെ സ്കൂളിൽ കൊണ്ടാക്കും. പക്ഷെ അന്ന് അവരെ വിളിച്ചു പറഞ്ഞു, അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കൊച്ചിനെ അങ്ങോട്ട് വിടുന്നുണ്ട്, അവന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് അവർ നിർബന്ധമായിട്ടും പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഇതിന് ഞാൻ മുമ്പ് ഒരു കാര്യം പറയട്ടെ. ദൈവം നമ്മളെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വ്യക്തമായിട്ട് ആലോചന പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അറിയിക്കാതെ ഒരു അനർത്ഥവും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് 1 മാസം മുമ്പ് സഭയിലെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യത്തെ ദിവസം വീട്ടില് പ്രാർത്ഥന വെച്ച് അപ്പൊ അവിടെ ദേവദാസൻ ശുശ്രൂഷിക്കാൻ വന്നു.
റിജോയ് എന്ന് പറയുന്ന പാസ്റ്ററാണ് വന്നത്. അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അച്ഛനേക്കാളും ജൂനിയറാ, പക്ഷെ ഭയങ്കര അവര് നേരത്തെ തൊട്ട് വളരെ ഒരു ഫാമിലി പോലെ കഴിയുന്നവരാണ്. അപ്പം പ്രാർത്ഥന കഴിഞ്ഞിട്ടു അപ്പൊ ആ ദേവദാസനും ഫുള്ളായിട്ട് ഉപവാസമായിരുന്നുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറച്ചു നേരം കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് എൻ്റെ ജോണമോനും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോ പെട്ടെന്ന് റിജോയ് പറഞ്ഞു, സാംച്ച ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന, ഇത് ഡയറിയിൽ എഴുതിയിട്ടോണം. അപ്പൊ ഞങ്ങള് എന്നിട്ട് പറഞ്ഞു, ഈ ജോണമോന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടും. ഇനി 10 പൈസ അവന് വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടി വരത്തില്ല. ഇവൻ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇവന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവനെ കുറിച്ച്. അപ്പൊ ഞാൻ ഓർക്കുവോ ഇവനെയാണോ ഇങ്ങനെ ഇത്, അപ്പൊ ഇവനെ ഒരു കഴിവില്ലെന്ന് നമ്മൾ തന്നെ ഇത് ഇവന്റെ അങ്ങനെ നമ്മള് ചുമ്മാ ആന്ന് വിചാരിച്ച് തള്ളി. ഇവൻ അനേക ഭാഷക്കാരുടെ അടുത്ത് കടന്നു ചെല്ലും. അങ്ങനെയൊക്കെ ഒരു ദൂത്. അപ്പൊ ഞാനത് ഡയറിയിൽ എഴുതിയിട്ടു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കുകയാണെന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി ഒരു സ്വപ്നം കണ്ടു, ഒരു വീടിന്റെ ഒരു ഭിത്തി ഇങ്ങനെ തകർന്നു വീഴുന്നതായിട്ട്. എന്നിട്ട് അപ്പൊ ചേച്ചി പറഞ്ഞു, അയ്യോ അത് പൊളിക്കല്ലേ അങ്ങനെ പറഞ്ഞപ്പോ, അല്ല ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയൊക്കെ കണ്ടപ്പം അപ്പൊ അവള് എന്നോട് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ കാണുവാനായിട്ടിടയെ തീർന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മളോട് അനർത്ഥം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇതിനെതിരായിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ, അതിന് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. ഇങ്ങനെ കണ്ടപ്പോ നമ്മൾ പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച ദൈവമേ നമുക്കൊരു സ്പോൺസർ, ഈ കുഞ്ഞിനെ പഠിപ്പിക്കുവാനായിട്ട് ഒരു സ്പോൺസർ കർത്താവ് നൽകണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സംഭവം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഞങ്ങളുടെ ഭവനത്തിലും എപ്പോഴും പ്രാർത്ഥനയാണ്. മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, ഡെലിവറൻസ് മീറ്റിംഗ് പോലെ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. ആ സമയങ്ങളിൽ ഞാനും ഒരേ നേരം കഴിച്ചുകൊണ്ട് 40 ദിവസവും ഫാസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം തന്നെ ഭവനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞ് ഇങ്ങനെ വന്ന് ജനുവരി 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി ആണ് അവൻ പോയി. അപ്പൊ ഞാൻ അടുത്ത ഒരു വീട്ടിൽ നിന്നാണ് ആ കൊച്ച്. അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഇവര് ഓട്ടോയിൽ കയറി പോകാൻ തുടങ്ങുന്നു. ഞാൻ ആ ഓട്ടോ എടുക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അച്ഛൻ പ്രത്യേകം പറഞ്ഞു, നീ അവരുടെ വീട്ടിൽ പോയി കാണണം, വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ നടന്നു വന്നു. അപ്പം ആ സമയത്ത് ഒരു 2-3 കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 21 കീപ്പോട്ടുള്ള 19-21 വയസ്സ് അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾ അവിടെ മരിക്കുവാനായിട്ടിടയായി തീർന്നു. ഒരു കൊച്ച് വെള്ളത്തിൽ പോയി മരിച്ചു, ഒരു കൊച്ച് തലയുടെ ഞരമ്പ് പൊട്ടി മരിച്ചു, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഒരു വീട്ടില ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുടെ അടുത്തൊന്ന് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എൻ്റെ മനസ്സിന് പ്രേരണ. അവര് ഹിന്ദുസാ, എന്നാലും എനിക്ക് അവിടെ പോകണമെന്നൊരു ആഗ്രഹം. അപ്പൊ അമ്മച്ചി അവിടുത്തെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ, അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട തിരക്കാ. അപ്പൊ പറഞ്ഞു, എടി പിന്നെ പോകാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വീട്ടിൽ വന്ന് കിടന്നു. അച്ചായനും ഒരു മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. അച്ചായനും ഞങ്ങൾ പെട്ടെന്നൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ഒരിച്ചിരി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണത്തില്ല, പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ കുഞ്ഞു പോയ ആ വണ്ടി ഓട്ടോറിക്ഷ ഒരു ടിപ്പറുമായിട്ട് കൂട്ടിമുട്ടി. 3 പേരും ഗുരുതരമായി പരിക്കേറ്റു. ICUലേക്ക് കൊണ്ടുപോയി, ICUവിൽ കയറ്റി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ICU കയറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വന്നു. പെട്ടെന്ന് തന്നെ എനിക്കങ്ങ് സഹിക്കാൻ, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇച്ചിരി ഇതുണ്ട്, അപ്പൊ അവിടെ പോയി ഉരുണ്ട് കിടന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന്റെ ദേഹത്തൊരു ചെറിയൊരു ഇത് വന്നാൽ തന്നെ എനിക്ക് സഹിക്കത്തില്ല. എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഞാൻ തകർന്നു പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവന് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പറ്റി, അവന്റെ
എന്നാ വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇവന്റെ കണ്ണോ കാലോ അല്ലെങ്കിൽ ഇതൊക്കെ മുറിഞ്ഞു പോയി എങ്ങനെ കർത്താവ് ഇത്രയും നാളും എൻ്റെ കുഞ്ഞിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകല്ലേ. അങ്ങനെ ഒരു വല്ലാത്ത വേദന എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്ന് ഞാൻ അവിടെ കിടന്ന് ഉരുണ്ട് കിടന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പം അപ്പുറത്തെ ഒരു അമ്മാമയുണ്ട്, കുഞ്ഞോളമാമ എന്ന് പറഞ്ഞ അമ്മാമ, എന്തോ മേഴ്സി ചെയ്ത് നീ ഇത്ര പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇത്ര വിശ്വാസമുള്ള നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞാലും. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ബലം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വന്നു. എനിക്കറിഞ്ഞുകൂടാ, എന്നെ കർത്താവ് ഭയങ്കരമായിട്ട് അങ്ങ് ശക്തീകരിച്ചു. അപ്പം അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന മെഡിക്കൽ കോളേജിലോട്ട് നിങ്ങൾ വന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ അച്ഛൻ, എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റി അത് അവര് പറയുന്നില്ല. നിന്റെ കുഞ്ഞ് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് പോയെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറയും. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പാസ്റ്റർ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ, കഷ്ടകാലത്ത് നീ തകർന്നു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ, കഷ്ടകാലത്ത് നീ തളർന്നു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെയെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് എന്ത് നേരിടാൻ നമുക്ക് ധൈര്യമായിരിക്കാന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ വിളിച്ച് അച്ഛന് ഭയങ്കര കരച്ചില്ല. എനിക്ക് പക്ഷെ അങ്ങനെ അത് വരുന്നില്ല. ദൈവം എന്നെ ബലപ്പെടുത്തി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ആരും എന്നോടൊന്നും പറയുന്നില്ല. അപ്പൊ ഈ കുഞ്ഞിന്റെ ഞാൻ നോക്കിയപ്പം ഇവന്റെ കൂടെ യാത്ര ചെയ്ത കൊച്ചും ഡ്രൈവറും അവിടെ നിൽപ്പുണ്ട്. എൻ്റെ കുഞ്ഞിനെ മാത്രം കാണുന്നില്ല. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോനെ, എൻ്റെ ജോണമോൻ എന്തിയെ, അവൻ പോയോ, അവൻ എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ആ കൊച്ചു പറഞ്ഞു അവൻ പോയെന്ന്. പെട്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, എല്ലാവരും കരയുക ചെയ്യുന്ന ആ സമയത്ത് എനിക്ക് ആ കരച്ചിലൊന്നും വന്നില്ല. ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, ഞാൻ ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ യാത്രയാക്കി വീട്ടിൽ വന്നത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് ദൈവത്തോട് മാത്രമേ, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കരയത്തില്ല, കരഞ്ഞു കാണിച്ചിട്ട് എന്ത് കാര്യം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ. ഞാൻ പെട്ടെന്ന് കുഞ്ഞോളമാമേനെ, എൻ്റെ തൊട്ടടുത്തുള്ള അമ്മാമേനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമേ, എൻ്റെ ജോണമോൻ പോയി ലോകത്തിൽ നിന്ന്, അതുകൊണ്ട് എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ പോയി. അപ്പൊ കാണാൻ പോകുന്നതിൻ്റെ ആ ഇടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ, ഇപ്പൊ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജൻ കുരുവിള എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. അപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന്. അപ്പൊ ആ അങ്കിള് മരിക്കും. രാജൻ പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റിൽ തമ്പിച്ചാന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ഒരു വലിയ ശക്തി, ഒരു വലിയ ഒരു അത് രാജാനെ ഇങ്ങനെ നയിക്കുവാൻ. അപ്പൊ പെട്ടെന്ന് ദൈവമേ, എൻ്റെ ഭാര്യ ലിസി എന്ന ആന്റിയുടെ പേര്, ലിസിയും കുഞ്ഞുങ്ങളും അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളും. പെട്ടെന്നൊരു സമാധാനം, ഭയങ്കര സമാധാനം വന്നത്. അത് കഴിഞ്ഞ് വലിയൊരു വെളിച്ചം ഇങ്ങനെ നയിക്കുക. എന്നിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് ഒരു വലിയ പ്രകാശവും, എന്നിട്ട് പറഞ്ഞു സ്വർണ്ണ തെരുവുകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കളൊക്കെ അങ്ങനെ ഗ്ലിറ്റർ ചെയ്യാൻ, സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചമല്ല, വേറൊരു വലിയ പ്രകാശം. അങ്ങനെ ഭയങ്കര ഒരു അനുഭവത്തിൽ ഒരു ഭയങ്കര സന്തോഷം അങ്ങനെ പ്രാപിക്കുവാൻ. അങ്ങനെ പ്രാപിച്ചപ്പം പെട്ടെന്ന് ഇവിടെ തമ്പിച്ചാനൊക്കെ മരണദൂതനെ ശ്വാസിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ജീവൻ ശരീരത്തിലേക്ക് വന്നു. ആ ശരീരത്തിലേക്ക് വന്ന് ഇങ്ങനെ ആ അനുഭവം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. രാജാൻ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ മരണത്തെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന ആളെ ഇങ്ങനെ ഒന്ന് തിരിയുന്ന അത്രയും വ്യത്യാസമുള്ളൂ മരണവും നമ്മുടെ ജീവിതവുമായിട്ട്. പക്ഷെ മരണത്തിനപ്പുറം ഇങ്ങനൊരു അവസ്ഥയാണെന്ന് രാജാൻ എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ എനിക്ക് ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലിരുന്ന് ആരും ഇങ്ങനെ പറഞ്ഞു, നിന്റെ മകൻ മണിക്കൂറുകൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി, അവിടെ അവൻ ആ സ്വർണ്ണ തെരുവുകളിൽ സന്തോഷിക്കുക, അവന്റെ ബോഡി മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ എന്ന് എൻ്റെ ഹൃദയത്തിലിരുന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ പോയി. എൻ്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയാണ് ഞാൻ കാണുന്നത്. അവന്റെ വെള്ള പൊതിച്ചിട്ടേക്കുന്ന ആ ശരീരം ഞങ്ങൾ ചെന്നപ്പോ മുഖം തുറന്ന് കാണിച്ചു. ഞങ്ങള്
അത് അവിടെ നിന്ന് ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങള് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. എനിക്കറിഞ്ഞുകൂടാ ദൈവം എന്നെ ബലപ്പെടുത്തിയത്, ഞങ്ങളെ ബലപ്പെടുത്തിയത്. പിന്നെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുവാനായിട്ട് ഇടയായി തീർന്നില്ല. എന്നെ കർത്താവ് ഭയങ്കരമായിട്ട് ശക്തീകരിച്ചു. സോഫിയാൻറ്റിക്കൊക്കെ അറിയാം, നമുക്ക് ആ ഒരു നോർമൽ അവസ്ഥ ഉണ്ടെങ്കിലേ നമ്മൾക്ക് കരയാൻ പറ്റത്തുള്ളൂ. ആ നോർമൽ അവസ്ഥയിൽ നിന്ന് അപ്പുറത്ത് പോയി നമുക്ക് കരയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഈ മേഴ്സി എന്താ അങ്ങനെ കരയാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കുഞ്ഞിന്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് വന്നില്ല. ഞാൻ എന്തോ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുകയായിരുന്നു. അങ്ങനെ 3-ാം തീയതി മരിച്ച 6-ാം തീയതിയാണ് അവനെ അടക്കം ചെയ്യുന്നത്. സ്തോത്രം. എനിക്കറിഞ്ഞുകൂടാ ആൻറ്റി, ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവന്റെ ഫ്യൂണറൽ സർവീസിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിച്ചു. നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് അവനെ കുറിച്ച് സംസാരിച്ച് അവന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് ഇനി അവന് വേണ്ടി 10 പൈസ നിങ്ങൾ മുടക്കണ്ട എന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അവന്റെ പേരിൽ നിങ്ങൾ അവന് അനേക സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നു. നമുക്ക് അന്നാണ് ഓൺലൈനായിട്ട് ഇങ്ങനെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഒക്കെ അന്ന് തൊട്ടാണ് വന്നത്. അവിടെ അനേകര് അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയും അങ്ങനെയുള്ളവരുടെ വിസിറ്റിംഗ് റൂമിൽ എൻ്റെ കുഞ്ഞ് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അനേകര് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് എത്രയോ ദൈവദാസന്മാർ അവിടെ ശുശ്രൂഷിച്ചെന്നറിയാവോ? എനിക്കറിഞ്ഞുകൂടാ. ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് കിട്ടുന്ന ഒരു അടക്കം 14 വയസ്സുള്ള എൻ്റെ കുഞ്ഞിന് അനേകരെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ മരണത്തിന്റെ ആ ഫ്യൂണറൽ സർവീസ് ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഒരു മോൻ കണ്ടിട്ട് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവിനെ ഞാൻ ഉള്ളത്തിൽ അവൻ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനേകരെ ഈ അവന്റെ ഫ്യൂണറൽ സർവീസ് സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേക ദൈവദാസന്മാർ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇതന്നെ ഹല്ലേലൂയ ഭയങ്കരമായിട്ട് തന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞില്ലെന്നുള്ളതല്ല, പിന്നെ ഇപ്പോഴും ഞാൻ അവന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കരയും. എനിക്ക് അത്രയ്ക്കും ഒരു ദിവസം പോലും കണ്ണ് തുറന്നിട്ടും കണ്ണടയ്ക്കുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങളുടെ അവൻ നമ്മളോട് കൂടെ ഉണ്ട്, ആ ഒരു ചിന്തയാണ്. സ്തോത്രം. എന്നാല് ആ അവസ്ഥയിൽ കർത്താവ് നമ്മളെ കടത്തിവിട്ടു എന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഇതേപോലെ വേദന അനുഭവിക്കുന്നവരുടെ മുമ്പിൽ ഇരുന്നാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം. നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മരണത്തെ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പം നിദ്ര കൊള്ളുന്നവരെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായാൽ ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മളെ അയച്ചിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്, അല്ലെ? ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കും. അത് പല മുഖാന്തരങ്ങളിൽ കൂടെയാണ്. ചിലപ്പോൾ രോഗത്തിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ആക്സിഡന്റിൽ കൂടെ ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ കൂടെ ആയിരിക്കാം. നമ്മുടെ ആ പർപ്പസ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. സ്തോത്രം. എന്നാൽ നമ്മൾ അതൊരിക്കലും നിത്യമായിട്ടുള്ള ഒരു അവസാനമല്ലല്ലോ. നമ്മൾ ഒരിക്കലും ഈ ലോകത്തിലെ കൂടി വന്ന 80 90 ഇപ്പൊ അത്രയൊന്നുമില്ല, അതിന്റെ പകുതി ആയുസേ എല്ലാവർക്കും ഉള്ളൂ. അത്രയും നാളെ നമ്മൾ ജീവിക്കത്തുള്ളൂ. അതിനു മുമ്പ് അപ്പോ നമുക്ക് ദീർഘായുസ് എന്ന് പറയുന്ന അതാണോ? അപ്പം അത്രയൊക്കെ ഉള്ള ആയുസ്സില് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരല്പം മുമ്പേ അവർക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും അനുഭവിക്കുവാൻ ഇടയാകാതെ കർത്താവിന്റെ സന്നിധിയില് അവരിലെ ഏൽപ്പിച്ച ലക്ഷ്യം പൂർത്തീകരിച്ച് അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് കർത്താവ് അവരെ എടുക്കുവാൻ, വളരെ സന്തോഷത്തിലേക്ക്, വളരെ നിത്യാനന്ദത്തിലേക്ക് അവർ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, ഞാൻ കഴിഞ്ഞ ആഴ്ച സോബിയാൻറ്റി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്യം വായിച്ചു. എൻ്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ വാക്യം ഇങ്ങനെ രാത്രിയും പകലും ഇരുന്ന് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുങ്ങുന്നത് പോലെ തന്നെ, അതല്ല 4-ാം വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും
അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. സ്തോത്രം. അതെ, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, നമ്മൾ ആ പ്രാപിച്ച ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന്. സ്തോത്രം. ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ നമ്മളെ ശക്തരാക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ആ ആശ്വാസം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിപ്പാൻ നമ്മൾ പ്രാപ്തരാകും. സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ ആ കഷ്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോയെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ കഷ്ടത അനുഭവിക്കാത്ത ഒരു വ്യക്തിക്കും കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഈ കഷ്ടത്തിലൊക്കെ നമ്മൾ ആശ്വാസം പ്രാപിക്കണം. സ്തോത്രം. നമ്മൾ ആശ്വാസം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യം ഞാൻ ആ രാത്രി മൊത്തം എൻ്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിലിരുന്ന് ഞാൻ പറയുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ദൈവം അതുകൊണ്ട് ഹല്ലേലൂയ ഭയങ്കരമായിട്ട് ആശ്വാസം കൊണ്ട് എന്നെ നിറയ്ക്കുവാനായിട്ട്, ഹല്ലേലൂയ, അതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഈ സൂം മീറ്റിങ്ങിൽ ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാൻ കർത്താവ് എന്നെ പ്രാപ്തയാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു അളവിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടില്ല. സ്തോത്രം. അതെനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഞാന് ഹല്ലേലൂയ ഇങ്ങനെ സൂം മീറ്റിംഗ്, ഞാനും ഒരു സൂം മീറ്റിംഗ് നടത്തും, നിങ്ങൾക്ക് അറിയാമല്ലോ. വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലാതെ എനിക്ക് ഒരു കഴിവുമില്ല. 4 പേരുടെ മുമ്പിൽ നിന്ന് നന്നായിട്ടൊന്ന് സംസാരിപ്പാൻ പോലും പ്രാപ്തിയില്ലാത്ത, ജ്ഞാനമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. എന്നാല് ഹല്ലേലൂയ ഒരു സൂം മീറ്റിംഗ് നടത്തുവാൻ കോവിഡിന്റെ സമയത്ത് സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവദാസൻ കയറി വന്നു. ഇതുവരെ ആ ദൈവദാസനെ ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പും കണ്ടിട്ടില്ല, അതിനു ശേഷവും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത അച്ഛനൊരു കുമ്മനാട് ഒരു മീറ്റിങ്ങിന് പോയതാണ്. ആ മീറ്റിങ്ങിന് പോയപ്പോ കാലേബ് പാസ്റ്ററിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. കാലേബ് പാസ്റ്ററിന്റെ ആ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവിടെ പോയപ്പോ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ആ ദേവദാസൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ദേവദാസൻ നിങ്ങളുടെ ഭവനത്തിൽ ഞാനൊന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. രാത്രി 10 മണിയായി വന്നപ്പോ ആ ദേവദാസൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭവനത്തിൽ നിന്ന്, ഇനിയിപ്പോ ഈ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല ഈ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇങ്ങനെ സുവിശേഷം പറയുവാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. പക്ഷേ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് സുവിശേഷം എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏതൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് കോവിഡ് തുടങ്ങുന്നോ, കോവിഡിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നോ ഒന്നും അറിയത്തില്ല. അതിനു മുമ്പാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അത് പറഞ്ഞതനുസരിച്ചാണ് അന്ന് ആ സമയത്ത് നമ്മുടെ ഭവനത്തിൽ നിന്ന് അനേക സ്ഥലങ്ങളിലേക്ക് അനേക മീറ്റിങ്ങുകൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം അന്ന് തൊട്ടാണ് ഈ മീഡിയയിൽ കൂടെ കർത്താവിന്റെ വചനം ഇത്ര ശക്തമായിട്ട് നമ്മൾ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് എന്തെല്ലാം സാഹചര്യങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒത്തിരി ആൾക്കാർ കുറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-4 എത്രയാ 5ഉം 6ഉം പേരും ഒക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട്. എന്നാൽ അതൊന്നും സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും കൊണ്ടുപോകുവാൻ തുടങ്ങിയ സമയത്ത് 10-45 പേരോളം വരുമായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓഫ്ലൈനൊക്കെ തുടങ്ങിയപ്പോൾ ആളുകൾ കുറഞ്ഞു. പക്ഷെ എന്നാലും അത് സ്കിപ്പ് ചെയ്യാതെ പോകാൻ കർത്താവ് പ്രേരിപ്പിച്ചത്, കർത്താവ് പറഞ്ഞിട്ടാണല്ലോ ഇത് ആരംഭിച്ചതെന്നുള്ള ചിന്തയാണ്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. എനിക്ക് എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര വരെ സമയം? ആറര. ഇപ്പൊ എന്തോ സമയം അവിടെ ഇവിടുത്തെ സമയം? 22. 6:30 വരെ. ഓക്കെ, സ്തോത്രം. അതുകൊണ്ടാണ് അങ്ങനെ സൂം മീറ്റിംഗ് തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി നമ്മളെ തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുക, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അങ്ങനെ മറ്റുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കുവാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ
നമ്മുടെ ദർശനം തന്നെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനേക സ്ഥലങ്ങൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് MD എടുക്കുവാനായിട്ട് MD പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. MTH പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെല്ലാം ഞാനും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണമെന്ന്, തിയോളജി ഡിഗ്രി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ടുള്ള അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കി തന്നു. കൊട്ടാരക്കര ETS MD എക്സ്റ്റേണൽ ആയിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ജയശ്രീ എന്ന് പറഞ്ഞ മാമാണ് എനിക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് MTH പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, സ്തോത്രം, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം ഞാൻ അങ്ങനെ ആയിത്തീരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഹൃദയത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹം അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് സ്തോത്രം, എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് നിങ്ങളോടും പിന്നെയും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകാത്ത ഒരൊറ്റ വ്യക്തികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? എല്ലാ വ്യക്തികളും ഭയപ്പെടുത്തുന്ന, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന, നമുക്ക് ആശ്രയം ആരുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? സ്തോത്രം. നമുക്കറിയാം. എന്നാല് ദൈവത്തിന് നമ്മളെക്കുറിച്ച്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ മെനഞ്ഞവനായിട്ടുള്ള ഒരു കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കിയപ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പിറന്നു വീണത്, അല്ലേ? ആരുടെയും സഹായമില്ലാതെ നമുക്ക് വളർന്നു വരുവാൻ കഴിയത്തില്ല. നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ ജനിച്ചു വീണത്. സ്തോത്രം. എന്നാല് അവിടെ ദൈവം നമ്മളെ താങ്ങി, നമുക്ക് വേണ്ട പരിചരണം നൽകി, നമ്മുടെ മാതാപിതാക്കളെ ബലപ്പെടുത്തി. അവിടെ ഒന്നും നമ്മൾ തകർന്ന് ഇതായി പോകുവാൻ, ഫ്ലോപ്പായി പോകുവാൻ ഇടയാകാതെ നമ്മളെ ഓരോ ഘട്ടത്തിലും കർത്താവ് കൈപിടിച്ച് നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത എത്ര വലുതാണ്, അല്ലെ? ഭയങ്കരവും അതിശയകരവുമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് എത്ര ഭയങ്കരമായിട്ടാണ്. സ്തോത്രം. നമ്മളെ ഈ ലോകത്തിലാക്കിയത് എത്ര ഭയങ്കരമായിട്ടാണ്. സ്തോത്രം. ഓരോ നിമിഷവും നമ്മളെ നടത്തുന്നത് അവന്റെ ആ പദ്ധതി പ്രകാരം മാത്രമാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഓരോ സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്ന, സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് നമ്മളെ നടത്തി, ഇല്ലേ? അവന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ്? അവന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെന്നാ കർത്താവ് അരുളി ചെയ്തേക്കുന്നേ. സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഭ്രമിച്ചു പോകുന്ന അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്ന് ഭവിക്കുന്നത്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നമ്മൾ മുന്നോട്ട് പോയാൽ ഭ്രമിച്ചു പോകും, പേടിച്ചു പോകും, നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നത്, ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നത്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതുപോലെ തന്നെ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങൾ, നമ്മൾ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ, അല്ലേ? നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മളെ അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ, എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരികിലും, ഹല്ലേലൂയ, നമ്മൾ ശക്തി ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യേണ്ടി വരും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവ്, ദൈവം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾ ശക്തിയെ പുതുക്കും.
നിങ്ങൾ ഒരിക്കലും ശക്തി ക്ഷയിച്ചു പോകത്തില്ല. നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകത്തില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ, മാനുഷികമായ രീതിയിൽ നമ്മുടെ കാത്തിരിപ്പുകളൊക്കെ നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാ. പക്ഷെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഒരിക്കലും ശക്തി ക്ഷയിക്കുകയല്ല ചെയ്യുന്നത്, ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, സ്തോത്രം. 120 പേരെ ആ മാളിക മുറിയിൽ കൂടി കാത്തിരിക്കാൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം അവര് ബലപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പ്രസംഗത്തിൽ 3000 പേരും ഹല്ലേലൂയ അനേകര് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. കാരാഗ്രഹമോ ഈർച്ചവാളോ ഇതൊന്നും അവരെ ഭയപ്പെടുത്തുവാൻ, അവരുടെ ശക്തി ക്ഷയിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും നമ്മൾക്ക് ബലം തരുന്നത് ഹല്ലേലൂയ അവരോരോരുത്തരും എഴുതി വെച്ച ദൈവവചനമാണ്. സ്തോത്രം. ദൈവാത്മാവ് അവരിൽ കൂടെ പ്രവർത്തിച്ച് നമ്മളെ ബലപ്പെടുത്തുവാൻ, ഈ കാലഘട്ടത്തിലും നമ്മളെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശക്തിയെ പുതുക്കുവാനായിട്ട് കർത്താവ് നമ്മൾക്ക് കൃപ തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്ര ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഏതവസ്ഥയിൽ കൂടി അതുപോലെ തന്നെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്ര. അതൊരു വലിയ അഷുറൻസ് ആണ്, വലിയ ഉറപ്പാണ്, ഭയത്തിനെതിരെയുള്ള വലിയൊരു ഉറപ്പാണ്. സ്തോത്രം. ദൈവത്തിന്റെ നീതിയുള്ള കരം നമ്മളെ താങ്ങി വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കുവാൻ, ഈ വചനം എന്നെ വളരെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ജീവൻ ഉണ്ടാകുവാൻ, ജീവൻ പരിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നോട്ടെ, അതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ചെങ്കടലാണോ, ഹല്ലേലൂയ അഗ്നിച്ചൂളയാണോ, എന്താണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഹല്ലേലൂയ ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ മുമ്പോട്ട് പോകുക. ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് മാർച്ച് എന്ന് പറഞ്ഞ മാർച്ച് ചെയ്യുവാനുള്ള മാസം, മാർച്ച് പറയും മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. ഈ മാർച്ച് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയത് വന്നു ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഈ ഹോപ്പ് മിനിസ്ട്രി ആ പേര് പോലെ തന്നെ അനേകർക്ക് പ്രത്യാശ നൽകുവാൻ, അനേകരെ ബലപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രത്യേക സോഫിയാന്റിയുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകാലം ഞാൻ പറഞ്ഞല്ലോ, ഒരു സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. എൻ്റെ ആഗ്രഹം അത് അനേകരെ കർത്താവിലേക്ക് വഴി നടത്തണം, അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കുവാൻ അത് മുഖാന്തരമായി തീരണം. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നിങ്ങളെ പരിചയപ്പെടുവാനും ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് എൻ്റെ സാക്ഷ്യവും അല്പം ദൈവവചനവും നിങ്ങളോട് ഷെയർ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. എനിക്കിങ്ങനെ സാവകാശം തന്ന ആന്റിയോട് ഒരു പ്രാവശ്യം കൂടെ, അതുപോലെ ജെസ്സി ആന്റിയാണ് നമ്മളെ കണക്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്, എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ ദൈവവചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നൽകുന്നു, ആശ്വാസം നൽകുന്നു, കഷ്ടങ്ങളിൽ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവവചനം സാക്ഷിയും ദൈവവചനം പറയുവാൻ മേഴ്സി സിസ്റ്റർ ബലപ്പെടുത്തിയ നന്ദിയോടെ സ്തോത്രം. കേട്ട എല്ലാവർക്കും അത് അനുഗ്രഹവും ആശ്വാസവുമായി തീർന്നുവെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്ന വിധത്തില് സൂം മീറ്റിംഗ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ കാര്യങ്ങളിലെടുത്ത് അനേകരെ ആശ്വസിപ്പിക്കുവാനും അനേകർക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സോഫി സിസ്റ്ററിന് കൈമാറുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സോഫി സിസ്റ്ററിന് പറയാം. ഓക്കെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവവചനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മേഴ്സി സിസ്റ്ററിനെ ഞാൻ ഈ അടുത്ത സമയത്താണ് പരിചയപ്പെടാനിടയായത്. ജെസ്സി ആൻറ്റി ത്രൂ ആണ് പരിചയപ്പെടാനും
അവരുടെ മിനിസ്ട്രിയിൽ എനിക്കൊരു സാക്ഷ്യം പറയാനൊക്കെ ഉള്ള അവസരം ദൈവം ഒരുക്കി. ഹല്ലേലൂയ. പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി നിർത്തുന്നല്ലോ. നമ്മളെ പോലെ ഉള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ കുടുംബത്തെ കർത്താവ് ഇതുവരെ നിലനിർത്തി. ഹല്ലേലൂയ. പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ഹല്ലേലൂയ അവര് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നുള്ള ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവവചന ഇപ്രകാരമല്ലേ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായവൻ ഹല്ലേലൂയ നമ്മളോട് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ എന്നും ഹല്ലേലൂയ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ഏത് ദുഃഖ സമയങ്ങളിലും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ധൈര്യമായിരിക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഭ്രമിച്ചു നോക്കണ്ട എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാ പറയുന്നത്. പറയുക മാത്രമല്ല, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവായി, നല്ല സഖിയായി, നല്ല തുണയായി നമ്മളോട് എന്നും കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മേഴ്സി സിസ്റ്ററിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ. മുമ്പോട്ട് ഹല്ലേലൂയ അധികമായി കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ കർത്താവ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെ നമ്മൾ അതിന് ഒരുക്കമായാൽ മതി. ഹല്ലേലൂയ. ദൈവ കാര്യങ്ങളെ ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ കാണിച്ച നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കാൻ ഞങ്ങൾ സന്തോഷം പറയുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം പിന്നെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രിയോടൊപ്പം ഹല്ലേലൂയ നമ്മുടെ പ്രിയ സഹോദരിയുമായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ഞാനൊരു പാട്ട് പാടി നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിയാം. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേ നിർത്തിടണേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിടണേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ,
അങ്ങിലല്ലാതെ വേറെ ഇല്ല ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. നമ്മുടെ സർവവുമായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇതുപോലെ ആശ്രയിക്കുവാനും ചാരുവാനും, ഹല്ലേലൂയ, നമ്മുടെ പ്രാണപ്രിയനല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ നമ്മൾ ആരിലൊക്കെ ആശ്രയിച്ചാലും ആ ആശ്രയമൊക്കെ അറ്റുപോകുന്നതാ. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ, നമ്മൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും എങ്ങും ഹല്ലേലൂയ ദൈവം തള്ളിക്കളയുകയില്ല. നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് കൂടെ എന്നും ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങ് മാത്രമാണ് ഈ ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മറ്റൊന്നിനും ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായി ആരുമില്ല നമ്മുടെ കർത്താവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായി. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുവാൻ തൊക്കണം ദൈവമായ കർത്താവ് നമ്മളെയൊക്കെ ഹല്ലേലൂയ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യാം. നമ്മൾ എവിടെയാ ഹല്ലേലൂയ നന്നാകാനുള്ളത്? എവിടെയൊക്കെ നമുക്ക് ക്ലിയർ ആകാനുള്ളത്? ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ ഹല്ലേലൂയ നമ്മുടേതായ പല കാര്യങ്ങളും ബദ്ധപ്പാടുകളും ഓട്ടങ്ങളിലുവാ. എന്നാൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ ഹല്ലേലൂയ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചിന്തിക്കുന്ന കാര്യമാണ്. കർത്താവെ, എവിടെയാ എനിക്കൊരു കുറവ് സംഭവിച്ചത്? ഞാൻ എവിടെയാ ശരിയാകാനുള്ളത്? ഹല്ലേലൂയ. എന്റെ കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താ? ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് കർത്താവിന് വേണ്ടി ഞാൻ ഇനി എന്തൊക്കെ ആയിത്തീരണം, എന്തൊക്കെ ചെയ്യണം? ഹല്ലേലൂയ. അതൊക്കെ എന്നെ ഒന്ന് അറിയിച്ചു തരണമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമുക്കിനി ഒട്ടും സമയങ്ങളില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയിട്ട് ഓടാൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇനി അധികം സമയങ്ങളില്ല. ഇനി നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ അവന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് ഓടാം. നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സമയങ്ങളൊന്നും ഇനി ചെലവാക്കി കളയാതെ, ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മുടേതാവുന്ന കാര്യങ്ങളൊക്കെ പലതും മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങാം. ചിലരെയൊക്കെ ഒരുക്കാം. ഹല്ലേലൂയ. ചിലരെയൊക്കെ നേടിയെടുക്കാം നമുക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച താലന്തുകൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ ഹല്ലേലൂയ അതിന് 5 താലന്ത് ലഭിച്ചവർ ഹല്ലേലൂയ 5 കൂടെ നേടുവാൻ കാണാം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ നിലവാരത്തില് ദൈവം നമ്മളെ ഏതൊക്കെ നിലവാരത്തില് ഹല്ലേലൂയ നമ്മളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ കർത്താവ് തന്നിരിക്കുന്ന ഹല്ലേലൂയ ചുരുങ്ങിയ സമയം, ഹല്ലേലൂയ ചുരുങ്ങിയ ആയുസ്, ഹല്ലേലൂയ അത് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. നമ്മൾ കർത്താവിന് വേണ്ടി എത്ര സമയം ചെലവാക്കിയിട്ടുണ്ട്? ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് കർത്താവിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓട്ടമാ. ഹല്ലേലൂയ. നമുക്ക് സമയം തികയുന്നില്ല പലപ്പോഴും, അല്ലേ? നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പാടില്ല. ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സമയമില്ല ഒട്ടും. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതുവാൻ. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവിടെ നമ്മുടെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. ചിലരെയൊക്കെ കർത്താവിനോട് നേടാം. ഹല്ലേലൂയ. അവിടെ നമ്മുടെ നിക്ഷേപങ്ങൾ കൂട്ടാൻ നമുക്ക്. ഹല്ലേലൂയ. ഇനി അധികം താമസിക്കാതെ നമ്മുടെ കർത്താവ് വരും. അതിന്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടു തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ സ്വസ്ഥരായിരിക്കുന്നത് തമ്പുരാന്റെ കരുണയാ, തമ്പുരാന്റെ കൃപയാ. ഹല്ലേലൂയ. ഈ യുദ്ധങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തകളിൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളെ ഇവിടെ സുരക്ഷിതരായി ദൈവം സൂക്ഷിച്ചിരിക്കുക. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് ഭയപ്പെടാനില്ല. കർത്താവ് പറഞ്ഞല്ലോ, അല്ലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുള്ളത് ദൈവത്തിന്റെ വചനം. അത് ജീവനും ചൈതന്യമുള്ള വചനമാ. ഹല്ലേലൂയ. അതിന് മാറ്റമില്ലാത്തതാ. അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാം. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ട് കർത്താവിലായിരിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ദൈവദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ഹല്ലേലൂയ ഒരു വലിയ ദൂതായിരുന്നു. മുൻമഴയും പിന്മഴയും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, മുൻമഴ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. എന്നാൽ പിന്മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ പിന്മഴയ്ക്ക് വേണ്ടിയിട്ട്
നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരി പ്രതികൂലം പിടിച്ച സാഹചര്യങ്ങളാണ്. എന്നാൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കുക. ആ വചനത്തെ നമുക്ക് കീഴ്പ്പെടാം. ഹല്ലേലൂയ. ഓരോരുത്തരിലൂടെ നമ്മളെ കർത്താവ് വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നാളെ നമുക്കത് ലഭിക്കുമോ എന്നറിയത്തില്ല. ഹല്ലേലൂയ. കോവിഡിന്റെ സമയം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഇന്നിപ്പോ യുദ്ധത്തിന്റെ സമയമായപ്പോൾ പലയിടത്തും ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പായി. ഹല്ലേലൂയ. പല എയർപോർട്ടുകളും ക്ലോസ് ചെയ്തു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എന്താകും നമുക്കറിയില്ല. ഹല്ലേലൂയ. കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിൽ. ഞാൻ എപ്പോഴും എന്നോട് വളരെ സമാധാനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിതെല്ലാം മുമ്പേ അറിഞ്ഞതാ. ഹല്ലേലൂയ. യുദ്ധം വരുമെന്നും ഹല്ലേലൂയ ക്ഷാമം വരുമെന്നും ഒക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ഇതൊക്കെ ഇനിയും തുടർമാനമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊന്നും സമാധാനമോ അറുതിയോ ഒന്നും വരത്തില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് യുദ്ധം നിർത്തണേ, ഹല്ലേലൂയ, അങ്ങനെ സംഭവിക്കല്ല, ഇങ്ങനെ സംഭവിക്കൽ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, അതിനുവേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മളൊക്കെ ഇന്നിവിടെ സൂമിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത കേൾക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഇവിടെ റിയാദില്, സൗദി അറേബ്യയിലെ റിയാദില് അപ്പനെ അമ്മയും കൊന്നിട്ട് മകൻ ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ, ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പലവിധമാകുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ഹല്ലേലൂയ. മക്കൾക്ക് അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാതെ വരുന്നു, അപ്പനും അമ്മയ്ക്കും മക്കളോട് സ്നേഹമില്ലാതെ വരുമെന്ന് ഒക്കെ ദൈവവചനത്തിലുണ്ട്. ദൈവം വളരെ വ്യക്തമായി നമ്മൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാ. ഇതിന്റെയൊക്കെ പിന്നിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അറിയാവുന്ന പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവര്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയങ്ങളായത്. ചിലരെയൊക്കെ നമുക്ക് ഒരുക്കിയെടുക്കാം. ഒരു വ്യക്തിയെങ്കിലും കർത്താവിന് വേണ്ടി നേടാൻ സാധിച്ചത് അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ വലിയ വീട് പണിഞ്ഞെന്നോ, ഞാൻ വലിയ ഉദ്യോഗം സമ്പാദിച്ചെന്നോ, ഞാൻ പണം സമ്പാദിച്ചെന്നോ, ഹല്ലേലൂയ, ഞാൻ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ പറയുന്നതല്ല. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഒരു വ്യക്തിയെങ്കിലും നേടി എന്ന് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒന്നും നമ്മൾ സമ്പാദിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, ഭൂമിയിൽ നമുക്കൊന്നുമില്ല എങ്കിലും, ഹല്ലേലൂയ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ അതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. പണിമാളികകളൊക്കെ പണിഞ്ഞിട്ടവരൊക്കെ അതിൽ താമസിക്കാൻ പറ്റാതെ കടന്നുപോയില്ലേ? ഹല്ലേലൂയ. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ എത്ര സമാധാനത്തോടെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പണവും സമ്പാദ്യങ്ങളും ഒന്നും നമുക്കില്ലെങ്കിലും, ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുക. നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല എന്നോ, ഹല്ലേലൂയ, നമുക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഹല്ലേലൂയ ഞെരുക്കങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, ഹല്ലേലൂയ, എന്നാൽ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സമാധാനത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. എവിടെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരെയും സമാധാനത്തിൽ കാക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനം നമുക്ക് ഹല്ലേലൂയ കൂടുതലായി മനസ്സിലാക്കി കൂടുതലായി പഠിക്കുവാനും, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനും ദൈവം ഇടയാക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമായി ദൈവവചനം വായിക്കണം. ദൈവവചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പലരിൽ കൂടെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, എന്നാൽ ആ വചനത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറാൻ, അല്ലെ, അത് മറ്റുള്ളവർക്ക് നമ്മളിൽ കൂടെ അത് പ്രയോജനമായി തീരുവാൻ ഒക്കെ ഇടയാകട്ടെ പ്രിയപ്പെട്ടവരെ. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഇന്ന് പലർക്കും സമയമില്ല. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്ക് സമയമില്ല, പക്ഷെ പല കാര്യങ്ങൾക്കും സമയമുണ്ട്. പലതിനു വേണ്ടി ഓടുക. ഹല്ലേലൂയ. എന്തോ ഓട്ടമാ ഓടുന്നത്. ഏത് കാര്യത്തിനും ഓടാൻ സമയമുണ്ട്, പക്ഷെ കൂട്ടായ്മയ്ക്ക് സമയമില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. നമ്മുടെ പല ബന്ധപ്പാടുകളിലാണ് നമ്മൾ. ഹല്ലേലൂയ. ഈ സമയമൊക്കെ തന്നത് ആരാ? ഹല്ലേലൂയ. ഈ സമയമൊക്കെ തന്നത് കർത്താവല്ലേ? കർത്താവിന് വേണ്ടിയിട്ട് ഒരല്പം സമയം ചെലവഴിക്കാൻ നമുക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ന് സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ സാക്ഷ്യങ്ങളുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരെ ഇതിനകത്തിലുള്ളത്, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് അത് സംസാരിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ പിരിയാം. പ്രിയ ഹല്ലേലൂയ. മറിയാമ്മ ആന്റി, ആർക്കെങ്കിലും, ജെസി ആന്റി, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ? എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കൂടെ മറിയാമ്മ ആന്റിയുടെ 2 മക്കളും ഹസ്ബൻഡും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതാ. മറിയാമ്മ ആന്റിക്ക് 2 മക്കളെ ഉള്ളായിരുന്നു.
മരുമക്കളും കൊച്ചുമക്കളും ഉണ്ട്. ഒരു മരുമകളുടെയും കൊച്ചുമക്കളുടെയും കൂടാണ് മറിയം ആന്റി കോയമ്പത്തൂരിൽ താമസിക്കുന്നത്. ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ ഒരു പ്രിയ മാതാവ. എന്നാൽ ശക്തിയാക്കി ദൈവം നിർത്തിയിരിക്കുക. ഇതുപോലുള്ള വചനങ്ങളാണ് എന്നെയും ബലപ്പെടുത്തുന്നത്. ആമേൻ. അതുകൊണ്ട് സ്തോത്രം. നിൽക്കുന്നു. ആമേൻ. പ്രതികൂലങ്ങളുണ്ട്, ഇന്നും വേദനയുണ്ട്, ആമേൻ. പ്രയാസമുണ്ട്. എന്നാലും ആമേൻ. കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ സഹായമായി വരുന്ന കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സഹിക്കാനുള്ള കൃപ തരാൻ പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ പറയാൻ. ആമേൻ. ഇതുവരെ എത്തിച്ചില്ലേ തമ്പുരാൻ? ഇത്ര വരെ കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. അനേകർക്കും ജീവിക്കാൻ പറ്റാതെ പലരും ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തിയപ്പോൾ ദൈവം നമ്മളെ ഇത്രയും ക്ഷേമത്തോടെ സൂക്ഷിച്ചില്ലേ? ഇത്രയും കൃപ തന്ന് നിർത്തിയില്ലേ? ആമേൻ. സഹിക്കാനുള്ള കൃപ ദൈവം തന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു 50 ദിവസത്തെ ഗ്യാപ്പിൽ 2 മക്കളുടെ പോക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെങ്ങനെ ഞങ്ങൾ അതിനെയൊക്കെ അഭിമുഖീകരിച്ചു എന്ന് ചോദിച്ചാൽ കൃപയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവകൃപ മാത്രമാണ്. അല്ലാതെ ഒരിക്കലും 24, 25 വയസ്സുള്ള മക്കളെ അല്ലെങ്കിൽ നല്ല പ്രാപ്തിയായി അല്ലെങ്കിൽ ഞങ്ങളെ നോക്കേണ്ട സമയത്ത് അവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി വേദനയാണ്. അപ്പൊ മറിയാമ്മേന്റെ ആന്റിയുടെ 2 മക്കളും ആന്റിയെ അന്വേഷിക്കേണ്ട സമയങ്ങളാണ്. പക്ഷെ അവരും ഈ ലോകത്ത് നിന്നും ഇതുപോലെ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഒത്തിരി സഹോദരങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. എല്ലാവരും ഒന്നും ജോയിൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഹസ്ബൻഡ് നഷ്ടപ്പെട്ടവരും മക്കൾ നഷ്ടപ്പെട്ടവരും അങ്ങനെ പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ നഷ്ടങ്ങളുടെ പട്ടിക പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ ഇവരെല്ലാം കർത്താവ് നിർത്തിയിരിക്കുക. കൃപയാണ് ഇതൊക്കെ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തരുന്ന നന്മകളാണ് ഇതൊക്കെ, മക്കളെന്നും പറയുന്നതും കുടുംബജീവം എന്ന് പറയുന്നതൊക്കെ. അതിനകത്തിൽ ഉണ്ടാകുന്ന ഈ മുറിവുകളൊക്കെ അല്പം പ്രയാസം അതൊക്കെ കരിഞ്ഞു കിട്ടാൻ. പക്ഷെ ദൈവകൃപ കൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ദിവ്യമാകുന്ന സമാധാനത്തിൽ സൂക്ഷിക്കുക. അത്രേ പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ദൈവത്തിന്റെ വചനവും അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ഒക്കെ തന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുക. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും ഹല്ലേലൂയ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദുഃഖം എല്ലാം തീരും, നമ്മൾ പറന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോട് കൂടെ വാഴാനുള്ള സമയങ്ങൾ അടുത്തിരിക്കുക. അവിടെ പോകാനുള്ള ഒരുക്കത്തിലായിരിക്കണം നമ്മൾ ഈ ദിവസങ്ങളായിരിക്കേണ്ടത്. അത് മാത്രമാണ് ഇനി പറയാനുള്ളത്. കാരണം നമുക്ക് ഒരുങ്ങണം. ഹല്ലേലൂയ. ചുമ്മാതെ അങ്ങോട്ട് പോകാനൊന്നും ഒക്കത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. ചുമ്മാതെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പെന്തക്കോസ്തില അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ പോകണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് വചനത്തില് അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരുങ്ങാം. വചനം നമുക്ക് പഠിക്കാം, ആ വചനത്തിനനുസരിച്ച് ജീവിക്കാം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാ. എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇവിടെ നല്ല ദേവദാസന്മാരെയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നല്ല വചനങ്ങൾ അവർ സംസാരിക്കുന്നത്, അവരെ ഏൽപ്പിച്ചതൊക്കെ അവർ പറയുന്നുണ്ട്. കേൾക്കുന്ന നമ്മളത് ഹല്ലേലൂയ അത് ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. നിങ്ങൾക്കൊക്കെ അല്ലെ, നിങ്ങൾ കടന്നു പോകുന്നിടത്തൊക്കെ ഒത്തിരി ദൈവവചനം കേൾക്കുന്നുണ്ട്. അനേകരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഇതൊക്കെ മാറിപ്പോയി ഇറങ്ങിപ്പോവും. അല്ല പിന്നെ കാരണം നമ്മൾ പലവിധ ബന്ധപ്പാടാണ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. പക്ഷെ ഇനിയുള്ള സമയങ്ങൾ ഇനി വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട സമയങ്ങൾ വളരെ സൂക്ഷ്മതയോടെ. ഇനി നമുക്ക് ഒട്ടും സമയമില്ല. നമുക്ക് അവിടെ ചെന്നിട്ടൊന്നും പറയാം, കർത്താവേ എനിക്ക് അത് ചെയ്യണമായിരുന്നു, ഇത് ചെയ്യണമായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇവ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും പറയാനില്ല. എനിക്ക് പിള്ളേരുടെ കാര്യം നോക്കണമായിരുന്നു, അത് നോക്കണമായിരുന്നു പോലും പറയാനില്ല. അത്രയ്ക്ക് ഞങ്ങളെ ഫ്രീ ആക്കി നിർത്തിയിരിക്കുക ദൈവം. ഹല്ലേലൂയ. കർത്താവിനോട് ഒന്നും പറയാനില്ല നമുക്ക്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് സമയമൊക്കെ തന്നിരിക്കുക, നന്നാകാൻ വേണ്ടിയിട്ട് സമയം തന്നോണ്ടിരിക്കുക. താമസിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മളിലൊക്കെ കുറെ കാര്യങ്ങളോട് മാറാനുണ്ട്, കുറെ കൂടെ നമ്മൾ ശരിയാകാനുണ്ട്. നമ്മളെ കൊണ്ടുപോകണം കർത്താവിന്, നമ്മളോട് ദയയാ കർത്താവിന്, നമ്മളോടുള്ള കരുണ ഏതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ. സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അനേകരെ നമ്മുടെ കൂടെ നമ്മൾ പോകുമ്പോൾ, എൻ്റെ ഇളയ ബ്രദർ സാജൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങോട്ട് പറന്ന് മുകളിലോട്ട് പോകുമ്പോഴേ നമ്മുടെ 2 കൈയിലും പറ്റുന്നത് പോലെ കുറച്ച് പേരെയും കൂടെ വേണം കൊണ്ടുപോകാനെന്ന് പറയും. ഹല്ലേലൂയ. ഒരാളെങ്കിലും നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതുവരെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ, ദൈവജനം ശ്രദ്ധിക്കാൻ ഒക്കെ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ജെസ്സി ആന്റി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. മറിയാമ്മ ആന്റി ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിയാം.
പിതാവേ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ നല്ല കർത്താവേ സ്തോത്രം സ്തോത്രം. കർത്താവേ ഹാലലൂയ ഹാലേലുയ. ഇന്നത്തെ മീറ്റിംഗ് കർത്താവേ തുടക്കമും കർത്താവ് അവസാനത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൊണ്ട് അപ്പന്റെ മക്കൾ ഓരോരുത്തരെയും കർത്താവെ ബലപ്പെടുത്തി ശക്തീകരിച്ചതിനാൽ നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം. ലീഡ് ചെയ്ത മരമന്റെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ കർത്താവ്. പാടുവാൻ കർത്താവെ ശോഭയാന്റെയും ആമയും പ്രിയ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കും. രാജമോള് പാടുവാനുള്ള കൃപ പകർന്നാൽ നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം. കർത്താവ് വചനം സാക്ഷ്യം പറയാം. കർത്താവിന്റെ ദാസി മേടിച്ചുമോളെ ബലപ്പെടുത്തിയല്ലോ, ദൈവകൃപ പകർന്നല്ലോ കർത്താവ്. മടുത്തു പോകാൻ ക്ഷീണിച്ചു പോകാനല്ല കർത്താവെ. ആമേൻ കർത്താവെ പ്രിയമൾ സാക്ഷ്യം കേട്ട് മറ്റുള്ളവർ അത് ബലപ്പെടുവാൻ സഹായം കൃപകൾക്കായ സ്തോത്രം. അങ്ങയുടെ മക്കൾക്ക് തന്ന മിനിസ്ട്രിയും കർത്താവ് അനുകരിച്ച് അനേക ജീവിതങ്ങളെ നേടുവാൻ അവർ കൊടുത്ത ശുശ്രൂഷകളൊക്കെ ശക്തമായി ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന മോനെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടുദാസനെ അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ ഹോപ്പിൾ മിനിസ്ട്രി കൂട്ടുകുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ കർത്താവെ ഹാലേലുയ ഹാലേലുയ. കർത്താവ് ഞങ്ങൾ ആരും ക്ഷീണിതരായി പോകാനല്ലപ്പാ. ഓരോ ദിവസം ആത്മാവിൽ ബലപ്പെട്ട ആത്മാവിൽ ജാഗരിച്ചും ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ദൈവശബ്ദം കേൾപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് സമർപ്പിക്കുകയാണ് കർത്താവെ. സുജാന്റെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ കർത്താവ്, ശക്തീകരിച്ചല്ലോ കർത്താവെ. ഞങ്ങളുടെ മകളെ ഇനിയും അധികമായി കർത്താവെ അനേക ജീവിതങ്ങൾക്ക് കർത്താവ് മാതാപിതാക്കളെ കണ്ണുനീരൊപ്പെടുത്ത് ആർപ്പോടുക ഞങ്ങളുടെ കുടുംബത്തെ അനുകരിച്ച് അച്ഛനെ ബലപ്പെടുത്തി കുഞ്ഞിനെ അനുകരിക്കണം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സാക്ഷ്യവചനം കേട്ട് എല്ലാവർക്കും അത് അനുഗ്രഹമായി കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന കർത്താവിന്റെ മുമ്പായി താഴ്ത്തുന്നു. ആമേൻ. കർത്താദിയോടെ എന്താ നടത്തിയ മഹത്വത്തിനായ സ്തോത്രം. ദൈവത്തിന്റെ കാരണം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചാൽ നന്ദി. പ്രാർത്ഥന യാചന കേട്ടനാൽ സ്തോത്രം സ്തോത്രമാനമത്തർത്താപുരം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സാജൻ ബ്രദർ ഇല്ലേ? സാജൻ ബ്രദർ ഇല്ലേ? മറിയാമ്മ പറഞ്ഞു, ആശീർവാദം പറഞ്ഞു, കുഴപ്പമില്ല. മറിയാമ്മന്റെ ആശീർവാദം. പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ അന്യത്വവും നമ്മൾ കേട്ട വചനത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷാൽ ഇന്ന് ടെസ്റ്റ് മണിയും വചനത്തിൽ കൂടെയും പറഞ്ഞ ദൈവദാസിയെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്ര